ഇവിടെ തന്നെയാണ് യുദ്ധം എന്ന് പറഞ്ഞ് സല്ല അൻ ഹുസൈഫ തന്റെ വാളെടുത്തിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസും ശർഇന്റെ നിയമവും ഇതാണ് എന്ന് നിന്നോട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇത് എനിക്ക് പറ്റില്ല എന്ന് നീ പറയാൻ നീ ഇത്രക്ക് ധിക്കാരിയാണോ എന്ന് ചോദിച്ച് വാളെടുത്ത് വന്നപ്പോഴാണ് മഹാനായ ഇബ്നു അഹ്മദ് അൽ ബൽഖി തങ്ങളടക്കമുള്ള ആളുകൾ സദസ്സിലുണ്ട്. ഞങ്ങൾ എഴുന്നേറ്റ് ശൈഖിനെ പിടിച്ചു വെച്ചു. ജാഹിലുല്ലാ യദ്രി മാ യഖൂൽ, ഇബ്നു അബീ ശുറൈഹ് തങ്ങളെ, ജാഹിലായ മനുഷ്യനാണ് ഇയാൾ, പറയേണ്ടത് എന്താണെന്ന് അറിയാത്ത ആളല്ലേ, അയാൾ ഈ പറഞ്ഞതിന് നിങ്ങൾ അയാളെ ഒന്നും ചെയ്തേക്കരുത് എന്ന് പറഞ്ഞ് അവിടെ സുൽഹുണ്ടാക്കി പിടിച്ചു വെച്ചു. ഇല്ലെങ്കിൽ മഹാനായ ഇബ്നു അബീ ശുറൈഹ് എന്നവർ ആ മനുഷ്യനെ വേദനിപ്പിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുമ്പോൾ എനിക്കത് ബാധകമല്ല എന്ന് പറയേ. ശറ അങ്ങനെയാണ്. ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നാണോ പറഞ്ഞതിനർത്ഥം? അല്ല. ഇസ്ലാമിനെ പഠിക്കുമ്പോൾ, ഹദീസ് പഠിക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ, പുണ്യനബിയുടെ നുബുവത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കണം, ചരിത്രം പഠിക്കണം, അഖലും മൻചഖും ഉപയോഗിക്കണം. എന്നാൽ ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ കലാം, റബ്ബിന്റെ കലാമാണ് ഖുർആൻ എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സമഅൻ വതആ, പിന്നെ ആ വചനങ്ങളിൽ ചിന്തിക്കണം, ആ വചനങ്ങളെ നിരൂപിക്കുകയല്ല. സത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടം സമർപ്പണമാണ്, തസ്ലീമാണ്. ഇതാണൊരു മുസ്ലിമിന്റെ ജീവിതം. അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അവിടെ തഫ്സീറിൽ. അൻ ഇബ്നു ജുറൈജ് ഹദ്ദസനാ ഹനാജ് വഅബൂ ഹിശാം അർ-റിഫാഇ ഹദ്ദസനാ വഖീ ഇബ്നുൽ ജറാഹ് അനിൽ മസ്ഊദി. മസ്ഊദിയിൽ നിന്ന് മഹാനായ വഖീ ഇബ്നുൽ ജറാഹ് ഷാഫി തങ്ങളുടെ ഉസ്താദാണ്. അവർ റിവായത്ത് കുറച്ചു കാലം നിർത്തിവെച്ചിരുന്നു. അദ്ദേഹത്തിന് മസ്ഊദി തങ്ങൾക്ക് ഒരു ബുദ്ധിക്ക് തകരാറ് വന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മുമ്പ് അവരുടെ ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്. عن عبد الملك بن عمير عن قبيصة بن جابر خرجنا حجاجا. താബിഈയാണ് ഖുബൈസത്ത് ബിൻ ജാബിർ എന്നവരെ ഹജ്ജിന് പോയ കഥ പറയുന്നു. ഞങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് പുറപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ ഒരു സംഘം ആളുകൾ. ഖുബൈസത്ത് ബിൻ ജാബിർ എന്നവർ പറയുന്നു, ഞങ്ങളൊരു കൂട്ടം ചെറുപ്പക്കാർ അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മക്കയിലേക്ക് പോകുന്ന യാത്രയിൽ ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കും, ഒട്ടകവും നടക്കും. ഞങ്ങൾ ഒട്ടകത്തിൻ്റെ മീതെ കയറൂല. രാവിലെ ഒരു വാക്കിംഗ്, ഒരു ജോഗിങ്, ഒരു ചെറിയ എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ നടക്കണമൊക്കെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞ് പേടിപ്പിച്ചാലേ നടക്കുള്ളൂ എന്ന് മാത്രം അല്ലേ. അപ്പോൾ പിന്നെ റോഡിലും നാട്ടിലും ഗ്രൗണ്ടിലും ഒക്കെ ആൾക്കാരുണ്ട്. പഠിച്ചു പോകട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങി നടക്കുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ നടക്കണമല്ല, ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, ഇന്ന ലിനഫ്സിക അലൈക ഹഖ. ഞാനത് വല്ലാതെ പറയുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ ചെയ്യാത്തൊരു പണി എനിക്ക് പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. നടക്കണം എന്ന് പറഞ്ഞ സംഗതി നടക്കണില്ല, അതുകൊണ്ട് ഞാനെ പറ്റി പറയണില്ല. പക്ഷേ നടന്നോളി, നല്ലതാണ്. അപ്പോൾ ഖുബൈസത്ത് ബിൻ ജാബിർ എന്നവർ പറയാം, ഞങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിൻ്റെ യാത്രയിൽ പിന്നെ നടത്താണ്. വേലി ചൂടാകുന്നവരെ ഞങ്ങൾ നടക്കും, ഒട്ടകവും കൂടെ നടക്കും. നുമാഷി വനതഹദ്ദസു, ഞങ്ങൾ നടക്കും, വർത്തമാനങ്ങൾ പറഞ്ഞിങ്ങനെ പോകും. ഒരു സംഘം ആളുകളുണ്ടെങ്കിൽ പോകുമ്പോൾ രസമാണ്, ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു പോകാമല്ലോ. ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് സനഹലനാ ളുബിയുൻ, ഇത് സനഹലനാ ളുബിയുൻ. സനഹ അറബി ഭാഷ ഭയങ്കര രസമാണ്. സനഹ എന്ന് പറഞ്ഞാൽ ഇടതു ഭാഗത്തുനിന്ന് വന്നു എന്നാണ്. ബരിഹ എന്ന് പറഞ്ഞാൽ വലതു ഭാഗത്തുനിന്ന് വന്നു എന്നാണ്. ഇത് സനഹലനാ ളുബിയുൻ, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ഇടതു ഭാഗത്ത് നിന്ന് ഒരു മാൻപേട പ്രത്യക്ഷപ്പെട്ടു. ഒരു മാൻ, ഒരു ഭൂമിയിലൂടെ നടക്കുന്നൊരു മാൻ. അപ്പം ഞങ്ങളിൽ ഒരാൾ നല്ല ഉന്നമുള്ള ആളുണ്ട്. ഞങ്ങളാണെങ്കിലോ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോകുന്നവരാണ്, വേട്ടയാടി പിടിക്കാൻ പാടില്ല എന്ന നിയമം അപ്പോൾ അയാൾക്ക് ഓർമ്മയില്ല. അദ്ദേഹമാണെങ്കിലോ ആ മാൻപേടയെ കണ്ടപ്പോൾ കല്ലെടുത്ത് ഒരൊറ്റയേറാണ്. ആ മാൻപേടയുടെ ചെവിൻ്റെ ബാക്കിലെ എല്ലിനത് കൊണ്ടു, അതവിടെ തന്നെ വീണു. നല്ല ഉന്നത്തിൽ, നല്ല കൃത്യമായ ടാർഗറ്റിൽ അത് കൊണ്ടു, അതവിടെ ചത്തു വീണു. അപ്പം എല്ലാവരും കൈഫ തസീദു ഫിൽ ഹറം, അവർ ഹറമിൻ്റെ ബൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ഹറമിൽ വെച്ച് എങ്ങനെയാണ് നീ എങ്ങനെയാണ് എഹ്റാമിൻ്റെ അവസ്ഥയിലുള്ള നീ ഹറമിൽ വെച്ചുകൊണ്ട്, ഇത് രണ്ടും തന്നെ പ്രശ്നമാണല്ലോ. ഹജ്ജിൽ പാടില്ലാത്തത്, ഹറമിൽ പാടില്ലാത്തത്, എങ്ങനെ നീ വേട്ടമൃഗത്തെ കൊന്നുകളഞ്ഞു എന്ന് ചോദിച്ചു. ഭയങ്കര വിഷമായി, വേണ്ടില്ലായിരുന്നു എന്നായി.
മക്കയിലേക്ക് എത്തുകയാണ്. അവിടെയുണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞങ്ങൾ മക്കയിലേക്ക് എത്തിയപ്പോൾ ഫലമ്മ ഖദിംനൽ മദീന, മഹാനായ ഖബീസത്ത് ഇബ്നു ജാബിർ എന്നിവർ പറയുന്നു, ഞാനും ആ മാൻപേടെ എറിഞ്ഞ ആളും ഞങ്ങൾ രണ്ടുപേരും അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെന്നു. അമീറുൽ മുഅ്മിനീനോട് മസ്അല ചോദിച്ചു. അമീറുൽ മുഅ്മിനീനെ, ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങളിങ്ങനെ നടക്കുകയാണ് വെറുതെ രസത്തിന്, ഇയാൾ എറിഞ്ഞു, ആ മൃഗം അവിടെ ചത്തു വീണു, വേട്ടമൃഗത്തെ വേട്ടയാടി എന്ന കുറ്റമുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫഖസ്സ അലൈഹിൽ ഖിസ്സ വഇലാ ജംബിഹി റജുലുൻ കഅന്ന വജ്ഹഹു ഖുൽബു ഫില്ലഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണെങ്കിലോ നല്ല വെള്ളിക്കഷ്ണം പോലെ തിളങ്ങുന്ന ഒരു മഹാമനുഷ്യൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ആ മനുഷ്യനോട് ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയം മസ്അല ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. അതാരാന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ, സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട മഹാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണത്. കാന ശദീദൽ ബയാദി മുശ്റബൻ ബിൽ ഹുംറ, ചമപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള സുന്ദരനായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണ്, എപ്പോഴും കൂടെ ഉണ്ടാകും. ഈ മസ്അല പറഞ്ഞപ്പോൾ ഉമർ തങ്ങളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നിവരോട് ഇങ്ങനെ വിഷയം ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, അഅംദൻ ഖതൽതഹു അം ഖതഅ, ആ മാൻപേടയെ നിങ്ങൾ അബദ്ധത്തിൽ കൊന്നതാണോ മനഃപൂർവ്വം കൊന്നതാണോ? പറഞ്ഞു, തഅമ്മത്തു റംയഹു വമാ തഅമ്മത്തു ഖത്ലഹു, ഞാൻ എറിഞ്ഞത് മനഃപൂർവ്വമാണ്, പക്ഷെ കൊന്നത് മനഃപൂർവ്വമല്ല. കൊല്ലണം എന്ന് വിചാരിച്ച് എറിഞ്ഞതല്ല, രസത്തിന് എറിഞ്ഞതാണ്. പക്ഷെ എറിഞ്ഞത് മനഃപൂർവ്വമാണ്, കൊന്നത് മനഃപൂർവ്വമല്ല. ഉമർ റളിയല്ലാഹു അൻഹു അതിന് മസ്അല പറയുന്നു, മാ അറാക ഇല്ലാ അശ്റക്ത ബൈനൽ അംദി വൽ ഖത, നീ മനഃപൂർവ്വം ചെയ്തു മറന്നും ചെയ്തു, രണ്ട് കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. ഒന്ന്, എറിഞ്ഞത് മനഃപൂർവ്വമാണ്, കൊല്ലപ്പെട്ടത് സഹ്വൻ ഖതഅനാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്തോ, ഒരാടിനെ വാങ്ങിച്ചിട്ട് ദാനം ചെയ്യണം, അതിൻ്റെ മാംസം പാവപ്പെട്ട മിസ്കിന്മാർക്ക് കൊടുക്കണം. ആ ആടിൻ്റെ തോലെടുത്ത് വൃത്തിയാക്കി അത് ഉപ്പിട്ടിട്ട് ശുദ്ധിയാക്കി എടുക്കുന്ന ആൾക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് വെള്ളം സൂക്ഷിക്കുന്നൊരു പാത്രം ഉണ്ടാക്കാൻ വേണ്ടി പറയുക, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ, മാംസം പാവപ്പെട്ടവർക്കും കൊടുക്കുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മസ്അല പറഞ്ഞു കൊടുത്തു. ഇനിയാണ് വിഷയം. അപ്പോൾ ഖബീസത്ത് ഇബ്നു ജാബിർ എന്നവർ ചെറുപ്പക്കാരനാണ്. ഇതിൽ ചെറുപ്പക്കാർക്കുള്ളൊരു മസ്അല ഉമർ തങ്ങളിൻ്റെ അവസാനം പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അപ്പം ഖബീസ തങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് വാ. എൻ്റെ ആളോട് ഞാൻ പറഞ്ഞു, അള്ളിം ശആഇറല്ലാഹ്, അള്ളിം ശആഇറല്ലാഹ്, അള്ളാഹിൻ്റെ ഹറമിൽ ഇഹ്റാമിൻ്റെ അവസ്ഥയിലാണ് നീ ഇപ്പോൾ വേട്ടയാടിയത്, അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കണ്ടയോ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉമർ തങ്ങൾക്ക് ആ മസ്അല തിരിഞ്ഞിട്ടില്ല എന്ന്. കാരണം ഉമർ തങ്ങൾ അടുത്തുള്ള ആളോട് ചോദിച്ചിട്ടല്ലേ ഈ മസ്അല പറയണത്. എനിക്ക് തോന്നുന്ന ഒരാടിനർത്താലൊന്നും ശരിയാവില്ല, ഇത് ഇതിൻ്റെ ഒട്ടകത്തിൻ്റെ അർത്ഥേക്കെന്ന് പറഞ്ഞു. മൂപ്പര വക ആടിനർത്താൽ ആ മസ്അല മതി, ആടിനർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഖബീസത്ത് ഇബ്നു ജാബിർ എന്തെന്ന് പറഞ്ഞു, നീ നിൻ്റെ ഒട്ടകനർത്തക്ക് എന്ന് പറഞ്ഞു. ഒന്ന് ഉഷാറായിക്കോട്ടെ. മൂപ്പര ഒട്ടകത്തർത്തു. തിരിച്ചു പോകാൻ ഇനി വാഹനമല്ല, വേറെ വിഷയം. അപ്പോൾ പറഞ്ഞതിൽ പിന്നെ അനാവശ്യമായിട്ട് കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു മസ്അല ഫുഖഹാ ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്. ഉമർ തങ്ങളുടെ ചെവിയിൽ ഈ വിഷയത്തി പറഞ്ഞെന്താ, ഉമർ എന്നവർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അടുത്ത ആളോട് ചോദിച്ചിട്ടായി പറയണത്. അടുത്തുള്ള ആൾ സ്വർഗത്തിലേക്ക് പോകുന്ന അശറത്തുൽ മുബശ്ശരീങ്ങളിലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് ഈ ചെറുപ്പക്കാരൻ അറിയില്ല. ഖബീസത്ത് ഇബ്നു ജാബിർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അറിയില്ല. രണ്ടുപേരും സ്വഹാബികളാണ്. മഹാൻ പറയാണ്, യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും, നിങ്ങളിലെ രണ്ട് സത്യസന്ധരായ ആളുകൾ വിധി പറയണം എന്ന സൂറത്തുൽ മാഇദയിലെ ആയത്ത് അപ്പൻ്റെ തലയിലില്ല. ഒരു വിഷയം പറയുമ്പോൾ രണ്ടാൾ ചേർന്ന് അതിൻ്റെ മസ്അല പറയുന്നത് ഖൈറാണ്.
അതെനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാനിവനെ ഇങ്ങനെ അങ്ങ് പുളിച്ചുമ കയറ്റെന്നൊക്കെ പറയില്ലേ, ഈ ആടൊന്നും കൊടുത്താൽ പോലെ ഈ ഒട്ടകം തന്നെ അർത്ഥക്കെന്ന് പറഞ്ഞ് ആ സാധു പോയി ഒട്ടകത്തെ അർത്ഥെടുത്തു. ഇത് ഉമർ തങ്ങളുടെ ചെവിയിലെത്തി. ഇവരിങ്ങനെ ഹജ്ജിന് ഇഹ്റാം കെട്ടി ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഉമർ തങ്ങളുണ്ട് ബാക്കിൽ നിന്ന് ചാട്ടവാറ് കൊണ്ട് ഒരൊറ്റ അടിവനെ. അമീറുൽ മുഅ്മിനീൻ എന്തിനെ അടിച്ചത്? നിന്നോട് ഞാൻ ഒരു ആടിനെ അറക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കണ്ടോൻ്റെ വർത്താനം കേട്ട് നീ ഒട്ടകത്തെ അറുത്തല്ലടാന്ന് ചോദിച്ചു. അമീറുൽ മുഅ്മിനീൻ ഇന്നെ തല്ലരുത് ഇവൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഖബീസത്ത് ഇബ്നു ജാബിർ എന്നവരുടെ മുമ്പിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചാട്ടവാറ് കൊണ്ട് വന്നപ്പോൾ യാ അമീറുൽ മുഅ്മിനീൻ ലാ ഉഹല്ലിലു ലക്കൽ യൗമ ഷൈഅൻ കാന മുഹറമൻ അലൈക. നിങ്ങൾക്ക് ഹറാമായിരുന്ന ഒന്നും ഞാനിപ്പോൾ നിങ്ങൾക്ക് ഹലാലാന്ന് പറയൂല എന്ന് പറഞ്ഞാൽ ഇന്നെ വെറുതെ അടിക്കാൻ പാടില്ല, അതപ്പോൾ ഉദ്ദേശിച്ചത്. എന്നെ വെറുതെ അടിക്കരുത്, അത് ഹറാം തന്നെയാണ്, വെറുതെ ഹലാലാക്കി തരൂല, എന്നെ അടിക്കരുത്. മൃതങ്ങൾ നിന്നു. മൃതങ്ങൾ ഭയങ്കര കാന വഖാഫൻ ഇൻദ കിതാബില്ല. അള്ളാഹിൻ്റെ അള്ളാഹ് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു മൃതങ്ങൾ പിന്നെ ഒന്നും ചെയ്യൂല. അവിടെ ഭയങ്കര പാവമാണ്. കള്ളുകുടിയൻ പണ്ടൊരു മദീനയുടെ അങ്ങ് ദൂരത്ത് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട്, ഇപ്പൊക്കെ പണ്ട് മസ്റഅ എന്നൊക്കെ പറയും, അങ്ങനെ ഒരു ഫാം ഹൗസിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെയും കൊണ്ടുപോയി ഇരുത്തിയിട്ട് കുറേ കള്ളും കുപ്പിയും വെച്ചിട്ട് രാത്രി പാട്ട് പാടുന്നൊരു രംഗമുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കാന യഅസ്സുൽ ലൈല, രാത്രിയിലെ നൈറ്റ് പട്രോളിങ്, രാത്രി ഇങ്ങനെ കറങ്ങപ്പോൾ പോലീസുകാരൊക്കെ ചെയ്യും. നിസാം പട്രോൾ എന്നാണ് വേണ്ടിയിട്ടില്ല, പട്രോളിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ കറങ്ങുക എന്നാണ്. നൈറ്റ് പട്രോളിംഗ് ഉണ്ട്, പോലീസുകാർക്ക് നൈറ്റ് പട്രോളിംഗ് ഉണ്ടാവും. ഇത് തുടങ്ങി വെച്ച ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ പട്രോളിംഗ്, പെട്രോളല്ല പട്രോൾ, PA. ഉമർ തങ്ങൾ ഇങ്ങനെ കറങ്ങുന്ന നേരത്ത് ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ട്. ഉമർ തങ്ങൾ രാത്രി ഉറങ്ങാറില്ല. അപ്പോൾ കൂടെ ഇതേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ കൂടെ ഉണ്ട്. പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, എന്തോ നല്ല പാട്ട് കച്ചേരി നടക്കുന്നുണ്ടല്ലോ, ഞാൻ ചെന്ന് നോക്കട്ടെ, നിങ്ങളോട് നിൽക്കിയെന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്, 4 ഭാഗത്തും ചുമരാണ്. ഒരുത്തൻ കിടന്ന് എന്തോ പാട്ട് പാടുക. അപ്പോൾ കുടിച്ചിട്ടായി പാടുന്നത്, ഫുൾ ഫിറ്റിലാണ് ആള്. ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര ഹൈറ്റുള്ള ആളാണ് ഉമർ തങ്ങൾ. ഭയങ്കര ഹൈറ്റും വെയിറ്റും ഹൈബത്തും, കണ്ടാൽ തന്നെ പേടിയാവും. മതിലങ്ങെടുത്ത് ചാടിയിട്ട് ഒരൊറ്റ ചോദ്യമാണ്, യാ അദുവല്ലാഹ്, അള്ളാഹിൻ്റെ ശത്രുവേ, അളനൻത അന്നല്ലാഹ യസ്റു അലൈക വഅൻത അലാ മഅസിയതി, നീ അള്ളാഹ്ക്ക് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹ് മറച്ചു വെക്കുന്നു നീ വിചാരിച്ചോ എന്ന് പറഞ്ഞ് അമീറുൽ മുഅ്മിനീൻ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞാൽ. കള്ളുടിയനാണെങ്കിലും കുറച്ച് ബോധം ഉണ്ടായിരുന്നു. അമീർ അവിടെ നിൽക്കുക. ഞാൻ ഇപ്പോൾ ചില കള്ളുടിയന്മാരങ്ങനെ കള്ളു കുടിച്ചാൽ ഭയങ്കര വർത്താനായിരിക്കും. അപ്പോഴാണ് മുമ്പ് ഇൽമൊക്കെ പുറത്തു വരിക. ഈ മനുഷ്യൻ ഇപ്പോൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അമീറുൽ മുഅ്മിനീൻ, ഞാൻ കള്ളു കുടിച്ചു എന്നുള്ള കാര്യം ശരി തന്നെയാണ്, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ 3 ചെയ്തിട്ടുണ്ട്. പടച്ചോനെ, എന്തേ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ സലാം പറയേണ്ട അമീറുൽ മുഅ്മിനീൻ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. സൂറത്തുൻ നൂർ. നിങ്ങൾ സലാം പറഞ്ഞോ? ഇല്ല. ഫോൾസ് നമ്പർ 1, ഒന്നാമത്തെ മിസ്റ്റേക്ക്. പിന്നെ വദ്ഖുലുൽ ബുയൂത മിൻ അബ്വാബിഹാ, ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടുകാരൻ ആ വീട്ടിലേക്ക് വരാൻ നിശ്ചയിച്ച വാതിലിലൂടെ വരാൻ പാടുള്ളൂ. അടുക്കള ഭാഗത്ത് കൂടെ വരാൻ പാടില്ല. പിരിവിനാണെങ്കിലും എന്തിനാണെങ്കിലും. അങ്ങനത്തെ ആൾക്കാർ മുമ്പിലെ വാതിൽ ആളെ കിട്ടില്ല, അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എന്തെയാ എത്തിങ്ങാൻ്റെ പിരിവിനെന്താ? ആ വീട്ടുകാരുടെ പ്രൈവസിയാണത്. അടുക്കള ഭാഗം അവിടെ വേറൊരു പോകാൻ പാടില്ല. അവിടെ മുമ്പിൽ ഒന്ന് ബെല്ലടിച്ച് തുറന്നാൽ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോരണം. ഉള്ളോടത്തേക്ക് പോവുക, ജനലൊക്കെ ഒന്ന് തുറന്നു നോക്കുക, വല്യമ്മ ഉറങ്ങുന്നുണ്ടോ, അവിടെ ആരെങ്കിലും ഉണ്ടോ, വാതിലൊക്കെ മുട്ടി വിളിപ്പിക്കുക. ഇതൊന്നും ഒരാളുടെ വീട്ടിൽ ഇത് ചെയ്യാൻ പാടില്ല എന്നാ, ചെയ്യാൻ പാടില്ല. പ്രൈവസിയാണ്. ഉമർ തങ്ങളെ, നിങ്ങൾ എൻ്റെ വാതിൽ ചാടിക്കടന്നിട്ടല്ലേ വന്നത്. നമ്പർ 2, നിങ്ങൾ ചെയ്ത തെറ്റിട്ടോ. 3-മത്തേത്, ഉമർ തങ്ങൾ ചിരിച്ചുപോയി. ഈ കള്ളുടിയാണല്ലോ ഈ ആയത്തൊക്കെ ഓതുന്നത്. ഉമർ തങ്ങൾ പിന്നെ ഇപ്പം പറയാണ്, വലാ തജസ്സസൂ, സൂറത്തുൽ ഹുജറാത്ത്. അള്ളാഹ് പറഞ്ഞില്ല നിങ്ങൾ ചാരപ്പണി എടുക്കാൻ പാടില്ല. നിങ്ങൾ മനുഷ്യന്മാരെന്താ ചെയ്യണത്? ഓലെ ഫോണ് അവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക, അവരുടെ പിന്നാലെ പോയി നടക്കുക, അവൻ എന്താ ട്രാക്കിങ്, സ്പൈ, ഇത് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ? നിങ്ങളിപ്പം റോട്ടിൽ കൂടെ നടക്കുമ്പോഴല്ലല്ലോ കണ്ടത് എൻ്റെ മതിലിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ സ്പൈ ചെയ്തതല്ലേ, CID പണിയെടുത്തതല്ലേ. ഉമർ തങ്ങൾ പറഞ്ഞു, ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ ഓടി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ അടുത്തേക്ക്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഞാൻ കുടുങ്ങിപ്പോയിട്ടോ. എന്തേ? ആ ചങ്ങാതിനെ പിടിച്ചു നോക്കുമ്പോൾ എനിക്ക് വേദ പറഞ്ഞു തന്നു, ഞാൻ എന്താണ് ഇവനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറഞ്ഞു, സംഗതി അവൻ പറഞ്ഞത് ശരി തന്നെയാണ്, നിങ്ങൾ വിട്ടെടുത്തേക്ക്, ഒന്നും ചെയ്യണ്ട. ശരി തന്നെ, അവന് വാണിംഗ് കൊടുത്ത് വിടല്ലേ? ആയിക്കോട്ടെ.
രണ്ടാമത് ഓടിച്ചെന്നിട്ട് ചോദിച്ചു, ഞാനെങ്ങാനും നിനക്കിപ്പം മാപ്പ് തന്നാൽ ഈ പരിപാടിയൊക്കെ നിർത്തി നീ നന്നാകുമോ എന്ന് ചോദിച്ചു. നന്നാവും. എന്നാ ഞാൻ നിനക്ക് മാപ്പ് തന്നു, ഇനി മേലിൽ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വാണിംഗ് കൊടുത്ത് വിട്ടു. എന്തേ? ആയത്തോതിയപ്പോൾ ഉമർ തങ്ങൾ അങ്ങ് പേടിച്ചുപോയി. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാന വഖാഫൻ ഇൻദ കിതാബില്ലാ. പടച്ചോനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഖബീസത്ത് ബിൻ ജാബിർ എന്നവർ പറഞ്ഞു, ഉമറേ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്നെ അടിക്കല്ലേ. ഞാൻ പറഞ്ഞു പിരികയറ്റിയതാണ് ഇവനെ, ഈ ഒട്ടകത്തറക്കാനൊക്കെ. എന്നെ അടിക്കലിൽ നിങ്ങൾക്ക് അല്ലാഹ് ഹറാമാക്കിയത് ഞാനായിട്ട് ഹലാലാക്കി തരൂല എന്ന് പറഞ്ഞാൽ എൻ്റെ മേത്ത് തൊടണ്ട, ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കൂല. മഹാനായ ഉമർ എന്നവർ പറഞ്ഞു, യാ ഖബീസത്ത് ബിൻ ജാബിർ, ഖബീസത്ത് ബിൻ ജാബിറേ, ഇന്നി അറാക ശാബസ്സിൻ, നീ നല്ലൊരു ചെറുപ്പക്കാരനാണ് ഖബീസ. ഫസീഹ സ്വദരി, നല്ല കാര്യങ്ങൾ സമർത്ഥിക്കാൻ കഴിയുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ്. ബയ്യിനുൽ ലിസാൻ, നല്ല എലക്വൻസ്, മനോഹരമായി വൃത്തിയിൽ സംസാരിക്കാൻ കഴിയും. അതാണ് അടിയിട്ടാതെ കഴിച്ചിലായതിപ്പോ. അടിക്കാൻ ചെന്നപ്പോഴല്ലേ അല്ലാഹ് ഹറാമാക്കിയത് നിങ്ങൾക്ക് ഹലാലാക്കൂല, എന്നെ അടിക്കാൻ. കാര്യങ്ങൾ തടി കഴിച്ചിലാക്കാനുള്ള പണിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ഖബീസ. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണേ, ഏതൊരു യുവാവും 9 നല്ല സ്വഭാവങ്ങളുള്ള ചെറുപ്പക്കാരുണ്ടാകും. 9 നല്ല സ്വഭാവങ്ങളുള്ളവർ. ഒരു സ്വഭാവം മാത്രം അവരിൽ മോശമായിരിക്കും. 10 9 നല്ലതാണ്, ഒരു മോശം അവന്റെ കയ്യിലുണ്ടായിരിക്കും. ആ ഒരൊറ്റ ചീത്ത സ്വഭാവം ആ മനുഷ്യന്റെ 9 നല്ല സ്വഭാവവും ഇല്ലാതെയാക്കി കളയും. അതുകൊണ്ട് ഖബീസ, യുവാക്കൾക്ക് കാലിടറുന്നിടത്ത് ഖബീസ നിന്റെ കാലിടറിപ്പോകരുത്. നീ ആളുഷാർ തന്നെയാണ്, പക്ഷേ ഒരു നീതിമാന്മാരായ 2 ആളുകൾ റസൂലുള്ളാഹിന്റെ സ്വഹാബിമാർ ഒരു വിഷയത്തിൽ മസ്അല പറഞ്ഞപ്പോൾ അത് പോരാ എന്ന് നിനക്ക് തോന്നിയല്ലേ, അത് നിന്നിലെ എല്ലാ നല്ല സ്വഭാവങ്ങളെയും ഇല്ലാതെയാക്കി കളഞ്ഞല്ലോ. 9 നല്ല സ്വഭാവം, പക്ഷേ ഒരു ചീത്ത സ്വഭാവം. അതുകൊണ്ട് ഖബീസ, ഇയ്യാക വഅസറാത്തി ശബാബ്, യുവാക്കൾ കാലിടറുന്ന പോലെ, യൗവനത്തിൽ തെറ്റുപറ്റുന്ന പോലെ ഖബീസ നിങ്ങൾക്ക് തെറ്റുപറ്റരുത്. ഇത് ഈ ഉമ്മത്തിലെല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. യൗവനകാലം എഴുത്തിലും പ്രസംഗത്തിനൊക്കെ ഭയങ്കര ആവേശമുള്ളൊരു സമയമാണ്. എന്തും എഴുതിവിടും. അതൊക്കെ പിന്നെ റിഗ്രറ്റ് ചെയ്യുന്നത്, സങ്കടപ്പെടുന്നത് വയസ്സ് 50 ആകുമ്പോഴായിരിക്കും. പടച്ചോനെ എന്തേ ഇപ്പം ഞാനെന്നാ എഴുതി വിട്ടത്. പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. ഈ ശത്രുതയും ഇതൊന്നും പിന്നെ ഉണ്ട്. അതൊക്കെ മാറി ഒന്നായി സന്തോഷത്തിൽ റാഹത്തിൽ ഒരുമിച്ച് പോകുന്ന നേരത്ത് എന്നാലോടാ അന്ന് ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ ചെയ്തില്ലേ, എന്തൊരു വിഷമായിപ്പോയി, നീ അങ്ങനെ എഴുതിയില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ. യൗവനത്തിൻ്റെ ദൗർബല്യങ്ങൾ ഖബീസ നിങ്ങളെ പിടികൂടരുത്. യൗവനത്തിൻ്റെ ചില തകരാറുകളുണ്ട്, അത് നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ട് ഉലമാ പറയുന്നിടത്ത് നിൽക്കണം എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബീസത്ത് ബിൻ ജാബിർ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി എന്ന താബിഈനെ കടുത്ത ഭാഷയിൽ ഉമർ തങ്ങൾ തിരുത്തു നൽകുന്നുണ്ട്. ഈ ഉമ്മത്തിന് നേതൃത്വമുണ്ടെങ്കിൽ ആ ഉമ്മത്തിൻ്റെ നേതൃത്വമാണ് ഉമ്മത്തിനെ സംബന്ധിച്ച് പറയേണ്ടത്. ഇടയ്ക്കുള്ള കുട്ടികൾ കയറി പറയരുത്. എന്തെന്ന് വെച്ചാൽ നേതൃത്വത്തിൻ്റെ വാക്കുകൾ മങ്ങിപ്പോകൂടെ. അവർ പറയട്ടെ, ഉസ്താദുമാർ സംസാരിക്കട്ടെ, ബാക്കിയുള്ളവർ മിണ്ടാണ്ടിരിക്കും. അവർ പറയട്ടെ, അതല്ലേ അദബ്. അതിന് എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുക, ഈ ഉമ്മത്തിൻ്റെ വഹദത്ത് കൊണ്ട് അള്ളാഹു അത് ജബർ ചെയ്യും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. തലക്ക് വെളിവല്ല വിഷയം, അദബാണ് വിഷയം. അത് ഭയങ്കര വിഷയമാണ്. നമ്മളെക്കാളും ഒരുപക്ഷെ നമ്മുടെ അഭിപ്രായമായിരിക്കാം നേതാവ് പറഞ്ഞ അഭിപ്രായത്തെക്കാളും വലുത്, അതൊക്കെ ആയിരിക്കാം. പക്ഷേ യദുല്ലാഹി അലൽ ജമാഅ, ഈ ഉമ്മത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കരമുണ്ട്. അത് ഉമ്മത്തിൻ്റെ വഹദത്ത് നഷ്ടപ്പെട്ടാൽ ഇല്ലാതെയായി പോകും. അതുകൊണ്ട് നേതാക്കന്മാർ ഉമ്മത്തിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ അവർ ചെയ്യട്ടെ, ബാക്കിയുള്ള മുന്നോട്ട് കേട്ടാൽ മതി. ഈ ഉമ്മത്തിന് ഖൈറുണ്ടാവും. യൗവനത്തിൻ്റെ ചാബല്യങ്ങൾ ഖബീസ നിങ്ങളെ ഇനി പിടികൂടരുത്.
മഹാന്മാരായ 2 സ്വഹാബിമാരുടെ അഭിപ്രായത്തിന് മറുത്തൊരഭിപ്രായം പറയാൻ നിങ്ങൾ ഈ ധൈര്യം കാണിച്ചത് നിങ്ങളിലെ 9 നന്മകളും നഷ്ടപ്പെടുത്തിയ ഒരു മഹാദുരന്തമാണ് എന്ന് ഉമർ എന്നവർ തിരുത്തി കൊടുക്കുന്നത് നമുക്കൊക്കെ പഠിക്കാനുണ്ട്, എല്ലാവർക്കും പഠിക്കാനുണ്ട്. അതിൽ 9 ഒരു മനുഷ്യൻ്റെ നന്മയല്ലേ നശിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ചെറിയ നേതൃത്വ മോഹം കൊണ്ട്, ഒരു ചെറിയ ജാഹ്, ദുന്യാവ് എന്തെങ്കിലും ആഗ്രഹിച്ചതിൻ്റെ പേര്. യാ അല്ലാഹ്, وَإِن مِّنكُمْ إِلَّا وَارِدُهَا كَانَ عَلَى رَبِّكَ حَتْمًا مَّقْضِيًّا ثُمَّ نُنَجِّي الَّذِينَ اتَّقَوْا وَنَذَرُ الظَّالِمِينَ فِيهَا جِثِيًّا. بسم الله الرحمن الرحيم. وَإِن مِّنكُمْ إِلَّا وَارِدُهَا كَانَ عَلَى رَبِّكَ حَتْمًا مَّقْضِيًّا ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. അള്ളാഹുവിൻ്റെ വചനങ്ങളെയും ഹബീബിൻ്റെ ഹദീസുകളെയും എത്ര ഗൗരവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർ എങ്ങനെയാണ് ഖുർആനിനെ മനസ്സിലാക്കിയത് എന്ന ചർച്ചയിലാണ് നമ്മളുള്ളത്. സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഈ 2 ആയത്തുകൾ, 71, 72 ആയത്തുകൾ, നരകത്തിൻ്റെ മീതെ അള്ളാഹു സ്ഥാപിച്ച ഒരു പാലമുണ്ട്. നരകത്തിൻ്റെ മീതെയുള്ളൊരു ജിസ്റുണ്ട്. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം. നരകത്തിൻ്റെ മുകളിലൂടെ അള്ളാഹു സ്ഥാപിച്ച ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകേണ്ടവരാണ് എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുന്നൊരായത്ത്. ഈ ആയത്ത് സലഫുസ് സ്വാലിഹീങ്ങൾ പേടിച്ച് കരഞ്ഞുപോയ ആയത്താണ്. പേടിച്ചു പോയിട്ടുണ്ടത് ഈ ആയത്തിൻ്റെ അർത്ഥം വെക്കുമ്പോൾ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവരുടെ ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. ഇബ്നു റവാഹ തങ്ങൾ ഭാര്യയുടെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഫബകാ, പെട്ടെന്ന് കരച്ചിൽ, അങ്ങ് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. വല്ലാത്ത കരച്ചിൽ. ഫബകത്, ഭാര്യയും കരഞ്ഞു. ഭർത്താവ് കരയാൻ കണ്ടപ്പോൾ ഭാര്യയും കരഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പുണ്യ നബിയിൽ നിന്ന് ഇൽമിൻ്റെ പ്രകാശം സ്വീകരിച്ച ജ്ഞാനത്തിൻ്റെ സർവ്വ വെളിച്ചവും ലഭിച്ച മഹാനായ സ്വഹാബി ഭാര്യയോട് ചോദിച്ചു, മാ യുബ്കീകി, എന്തിനാണ് പെണ്ണെ നിങ്ങൾ കരയുന്നത്? എന്തിനാ നീ കരയുന്നതെന്ന് ചോദിച്ചു. റഅയ്തുക തബ്കീ ഫബകൈതു, നിങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ ഞാനും കരഞ്ഞതാണ്. അങ്ങനെ ഉണ്ടാക്കുക, അതൊന്നും അറിയാതെ അങ്ങോട്ട് ചിരിക്കണമെങ്കിൽ ചിരിക്കും, കരയണമെങ്കിൽ എന്തിനാ കരയണം? നിങ്ങളൊക്കെ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കട്ടെ. ചിലപ്പോൾ കഥ തിരിഞ്ഞിട്ടാവില്ല, അങ്ങനെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ചില ഭാഷകളൊക്കെ ഇപ്പോൾ ഉറുദു ഭാഷ പഠിക്കാതെ നമ്മൾ നടക്കുകയാണ്. ഉറുദുക്കാരടിയിൽ പോയി പണിക്കേണ്ടി വന്നാലേ അവർ പല തമാശം പോലെ നമ്മളൊരു മലയാളിയെ ഉണ്ടാവുള്ളൂ. ഓല് ചിരിക്കണമെങ്കിൽ ചിരിച്ചു കൊടുക്കുമ്പോൾ വേണ്ടി ഒരു കാര്യം നമുക്കൊറ്റൊരു കഥയും തിരിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അവരെ പോലെ പറയാനൊക്കെ പഠിക്കുക. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ അങ്ങനെ കുറേ പെട്ടിട്ടുണ്ട്. സ്കൂളിൽ ജോലിക്ക് കയറിയപ്പോഴേ സായിപ്പന്മാരുടെ കൂടെ ഇംഗ്ലീഷുകാർ, കുട്ടികളും മാതൃഭാഷ ഇംഗ്ലീഷ് പറയുന്ന കുട്ടികൾ UK USA കുട്ടികളാണ്, കൂടെയുള്ള സ്റ്റാഫും അങ്ങനെയാണ്. നമ്മൾ ഇവിടുന്ന് കയറിപ്പോയതല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ആ ചെന്ന ഉടനെയൊക്കെ റഹ്മാനായ റബ്ബേ എന്തൊക്കെയോ തമാശ പറഞ്ഞ് മീറ്റിങ്ങിൽ എന്താ പറയണത് പോലും എനിക്ക് തിരിയാറില്ല. വെറുതെ അങ്ങനെ നിന്നു കൊടുക്കും, ചിരിക്കാൻ വെറുതെ. എന്നാൽ പേടി, എന്തിനാ ചിരിച്ച് ബാക്കി ചോദിച്ചാൽ പറഞ്ഞാൽ കൊടുക്കാൻ പോലും കഴിയില്ല. കാരണം ഇവർ പറയുന്ന ആക്സെൻറ്റ് കിട്ടുന്നില്ല, അവർ പറയുന്ന മുഫ്രദാത്ത് മനസ്സിലാവണില്ല, ജുംല താമായിക്കണോ ഇല്ലേന്ന് തിരിയുന്നില്ല, നുക്ത താമ അവിടെ ഉണ്ടോ, ഇനി വരാൻ പോകുന്നുണ്ടോ ബാക്കിൽ, ഇതൊന്നും അറിയില്ലല്ലോ. കാരണം ഒരു ഭാഷ നമ്മുടെ നാട്ടിൽ പോയി നമ്മളെ നാട്ടുകാർ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പറയണമെങ്കിൽ ഏകദേശം പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഒറിജിനൽ ആൾക്കാർ പറയാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടല്ലേ. പണ്ട് ബനാത്ത് വാല സാഹിബ് ചെന്നപ്പോൾ നാട്ടിലൊരു പ്രമാണി സ്റ്റേജുമ്പോൾ കയറാൻ പുതിയ ആൾക്കാരുണ്ടാവും ചില നാട്ടിലൊക്കെ. ബനാത്ത് വാല സാഹിബ് അടുത്ത കസേരയിൽ വന്ന് ഇരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ മൂപ്പർക്കാണെങ്കിൽ ബനാത്ത് വാല സാഹിബ് ഒന്ന് ഹിന്ദി പറയില്ല, ഇംഗ്ലീഷ് പറയും, മലയാളം അറിയില്ലല്ലോ, അല്ലാഹു യർഹംഹു. അപ്പോൾ ബനാത്ത് സാഹിബ് എന്തോ തോണ്ടിയിട്ട് ചോദിക്കാം മൂപ്പരോട്, കുട്ടികളെ കൂടെ വണ്ടി ഇയാൾ മുണ്ടാൻ തുടങ്ങിക്കണേ. അപ്പോൾ മൂപ്പരറിയാതെ വെറുതെ കാര്യം ഇരുന്നതാണ്. ഇങ്ങനെ പെട്ടുപോകുന്നൊരു സമയമുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ പറയണത്? യാ അല്ലാഹ്. പിന്നെ പരിചയങ്ങളാവുമ്പോൾ പിന്നെ നമ്മളതിലേക്ക് അങ്ങ് ചേർന്ന് ഇഴകിച്ചേരും. അങ്ങനെയാണ് ഭാഷകളൊക്കെ അങ്ങനെ തന്നെ പഠിക്കുക. ചെറിയ കുട്ടികളൊക്കെ മലയാളം പഠിക്കണില്ലേ, അതൊക്കെ ഹർഫൊക്കെ ചൊല്ലി കൊടുത്തിട്ടാ നമ്മളെ കുട്ടികൾ മലയാളം പറയാൻ തുടങ്ങുന്നില്ലേ? 1.5 വയസ്സ് 2 വയസ്സാകുമ്പോഴേക്കും
അത് കേട്ടങ്ങനെ പഠിക്കൽ തന്നെ. ഭാഷ ഭയങ്കര അത്ഭുതമാണ്. അല്ലുഹാത്തു കുല്ലുഹാ തൗഖീഫിയ്യ, എല്ലാ ഭാഷകളും അള്ളാഹു മനുഷ്യനെ തോന്നിപ്പിച്ചു കൊടുത്തതാണെന്നാണ്. എല്ലാ ഭാഷയും, അത് ലാറ്റിനും ജർമ്മനും ഇറ്റാലിയനും ഇംഗ്ലീഷും ഉറുദുവും മറാഠിയും ബംഗാളിയും ഏത് ഭാഷയാവട്ടെ ഒക്കെ അള്ളാഹു മനുഷ്യന് ഇൽഹാമ് ചെയ്തു കൊടുത്തതാണെന്നാണ്. അതുകൊണ്ട് ഭാഷകളെ ഭാഷ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണെന്നാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഇഖ്തിലാഫു അൽസിനതിക്കും വഅൽവാനിക്കും. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയുടെ മടിയിൽ കിടന്ന് കരഞ്ഞപ്പോൾ മഹാനവറുകളുടെ ഭാര്യയും കരഞ്ഞു. മായുബിക്കീക്കി, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് മഹാൻ ചോദിച്ചു. സ്വഹാബിയത്തിനോട് ചോദിക്കുകയാണ്. മഹദി പറഞ്ഞു, റഅയ്തുക തബ്കി ഫബകൈതു, നിങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങ് കരഞ്ഞതാണ്, എനിക്കറിയില്ല എന്തിനാ ഞാൻ കരയുന്നതെന്ന്. ഇന്നി ദകർതു ഖൗലല്ലാഹ്, അല്ലാഹു പറയുന്നത് ഞാൻ ഓർത്തുപോവുകയായിരുന്നു. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, തീർച്ചയായും ഉറപ്പാണ് നിങ്ങൾ ഓരോരുത്തരും നരകത്തിൻ്റെ മീതയിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഇത് അല്ലാഹു തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച വിഷയമാണ്. നിങ്ങളൊക്കെ പോകും, നിങ്ങൾ രക്ഷപ്പെടും എന്നതിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ല എന്നാ. ഫലാ അദ്രി അൻജു മിൻഹാ അം ലാ, ആ പാലത്തിലൂടെ കടന്നുപോയി ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ, അതിൽ താഴെ വീഴുമോ എന്ന് അല്ലാഹു പറഞ്ഞില്ലല്ലോ. ഞാനത് ഓർത്തുകൊണ്ട് കരയുകയാണ്, പേടിച്ചുകൊണ്ട്. ഇതൊരു ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഏറ്റവും നല്ല സതുപദേശമായിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് അല്ലാഹുവിനെ ഭയപ്പെടാൻ പഠിപ്പിച്ചു കൊടുത്തൊരവസരം. വഇം മിൻകും ഇല്ലാ വാരിദുഹാ. അബൂ മൈസർ റഹ്മത്തുള്ളാഹി അലൈഹി കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ പറയുമത്രേ, ലൈസ ഉമ്മീ ലം തലിദ്നി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ സുമ്മ ഇബ്കി, ഇത് പറഞ്ഞിട്ട് കരയും. എന്തിനാണ് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചത് എന്ന് ചോദിക്കും. കുഞ്ഞുങ്ങളുണ്ടാകുന്നതും ഉമ്മ പ്രസവിക്കുന്നതും നമ്മൾ ജനിക്കുന്നതുമെല്ലാം അല്ലാഹുവിൻ്റെ ഖളാഉകളാണ്, തീരുമാനങ്ങളാണ്. ഏതെല്ലാം വിഷയങ്ങൾ അല്ലാഹു തീരുമാനിച്ചുറച്ചുവോ, അല്ലാഹുവിൻ്റെ ഇൽമും കിതാബത്തും അല്ലാഹുവിൻ്റെ ഇറാദത്തും ഖൽഖും നടക്കുമ്പോൾ അത് സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഉമ്മയെയും ഒരു കുഞ്ഞും പഴിചാരരുത്. ഒരു ഉപ്പയോടും ഒരു കുഞ്ഞു പറയരുത്, എന്തിന് ഞാൻ നിങ്ങൾക്ക് ജനിച്ചുവെന്ന് പറയല്ല. വലില്ലാഹി ഫീ കുല്ലി ഷൈഇൻ ഹിക്മത്തുൻ, എല്ലാറ്റിലും അല്ലാഹുവിന് ചില ഹിക്മത്തുകളുണ്ട്. മഹാനായ അബൂ മൈസറ തങ്ങൾ സങ്കടത്തോടെ പറയും, യാ ലൈത ഉമ്മീ ലം തലിദ്നി. അപ്പൊ ചോദിച്ചു, അബൂ മൈസറ, എന്തിനാണ് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ കരയുന്നത്? അഖ്ബറനാ അന്നാ വാരിദൂഹാ വലം നുഖ്ബർ അന്നാ സാദിറൂന അൻഹാ, നരകത്തിൻ്റെ മീതെ നമ്മൾ കടന്നു പോകേണ്ടവരാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ട് അതിൻ്റെ മീതെന്ന് രക്ഷപ്പെടുന്നവരാണ് എന്ന് റബ്ബ് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു എന്ന് കരയുന്ന മഹാനായ അബൂ മൈസർ റളിയല്ലാഹു തആല അൻഹു. രണ്ട് ചെറുപ്പക്കാരിങ്ങനെ പൊട്ടിച്ചിരിക്കുമ്പോൾ ഹസനുൽ ബസ്വരി തങ്ങൾ ഇടപെട്ടത് ചരിത്രത്തിലുണ്ട്. പൊട്ടിച്ചിരിക്കുമ്പോൾ ഹസനുൽ ബസ്വരി തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ചെറുപ്പക്കാരാ, നിനക്കറിയുമോ നമ്മളൊക്കെ നരകത്തിൻ്റെ മീതെ കടന്നു പോകുന്നവരാണെന്ന് കേട്ടിട്ടുണ്ടോ? ഈ ആയത്താണത്. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. അതിൽ എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തില്ല, മുത്തഖീങ്ങളായ ആളുകളെ അല്ലാഹു രക്ഷപ്പെടുത്തും. എല്ലാവരും കടന്നു പോകും, എല്ലാവരും രക്ഷപ്പെടുന്നു പറഞ്ഞിട്ടില്ല, മുത്തഖീങ്ങളെ രക്ഷപ്പെടൂ. അതിൽ നമ്മളുണ്ടോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ നരകത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഖാല നഅം, ഓർമ്മയുണ്ട്. എന്നാൽ ആ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? ലാ, അതറിയില്ല. പിന്നെ എന്തിനാണ് ഈ പൊട്ടിച്ചിരി എന്ന് മഹാനായ ഹസനുൽ ബസ്വരി തങ്ങൾ ചോദിക്കുകയാണ്. ആത്മീയ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന, ആത്മാവിൻ്റെ പരിശുദ്ധിയും പരിപാവനത്വവും കാത്തുസൂക്ഷിക്കുന്ന ഒരു മഹാപണ്ഡിതൻ്റെ മുമ്പിൽ എങ്ങനെ ചിരിക്കാൻ പറ്റും? അവരുടെ ചിന്തകൾ പരലോകമാണ്, ആഖിറമാണ്. അല്ലാഹുവിൻ്റെ ഹബീബിൽ നിന്ന് തർബിയത്ത് കിട്ടിയവര്.
അവരുടെ അമലുകൾ വളരെ മനോഹരം, ആരാരും അറിയാതെ ആരാരും കാണാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ആ സൽക്കർമ്മങ്ങൾ പിന്നീട് ആളുകൾ അറിയുമ്പോൾ അതവരുടെ മനസ്സിന് കിട്ടുന്ന സുഹൃതം എത്രയാണ്. അവർ ചെയ്യുന്നത് ആരും അറിയാനല്ല, സ്വകാര്യമായി ചെയ്ത ചില അമലുകൾ. പക്ഷേ ആ അമലുകൾ ഒരു ഉമ്മത്തിൽ ചെയ്യുന്ന സ്വാധീനം വളരെ വലുതാണ്. ഒരായത്തും ഒരു ഹദീസും പഠിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ സത്യസന്ധമായ ജീവിതം ഏറ്റവും വലിയ ഗുണപാഠമാണ്. അതൊക്കെ ഈ ഉമ്മത്തിന് ആവശ്യമാണ്. കാബൂളിലേക്ക്, അഫ്ഗാനിസ്ഥാനിലാണ് കാബൂളിലേക്ക് യുദ്ധത്തിന് പോയൊരു ചരിത്രം പറയുന്നുണ്ട്. ജഅഫർ ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു, അവരുടെ കൂട്ടത്തിലുണ്ട് സുലത്ത് ഇബ്നു അശിയം റഹ്മത്തുള്ളാഹി അലൈഹി. കാബൂളിലേക്ക് യുദ്ധത്തിന് പോയതാണ്. മഹാനായ ജഅഫർ ഇബ്നു സയ്ദ് എന്നവരാണ് സംഭവം പറയുന്നത്. സുലത്ത് ഇബ്നു അശിയം എന്ന മഹാനവറുകളെ നേരിട്ട് പരിചയപ്പെടാൻ കിട്ടിയ സന്ദർഭം. ഈ മഹാന്മാരുടെ പ്രത്യേകത എന്താ അറിയോ? ആൾക്കാരുടെ മുമ്പിൽ അവരൊന്നും ചെയ്യൂല. അവർ ചെയ്യുന്ന അമലുകൾ രഹസ്യമായിരിക്കും. ഫർളുകൾ ചെയ്യും, ശരിയാണ്. സ്വകാര്യ സുന്നത്തുകളൊക്കെ മറച്ചേ ചെയ്യുള്ളൂ, ആരും കാണാൻ വേണ്ടി ചെയ്യില്ല. രാവ് തുടങ്ങുകയാണ്, പകൽ അവസാനിച്ചിരിക്കുന്നു. കാബൂളിൻ്റെ ഒരു വനാന്തരങ്ങളിൽ ഒരു മലയോര പ്രദേശത്ത് ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നു. ഖുതൈബ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മുന്നേറ്റമായിരുന്നു അത്. ഞങ്ങളുടെ കൂട്ടത്തിൽ സുലത്ത് ഇബ്നു അശിയം തങ്ങളാണുള്ളത്. മഹാനായ ജഅഫർ ഇബ്നു സയ്ദ് എന്നവർ പറയുന്നു, ഈ മഹാനെ ഒന്ന് പഠിക്കണം, ഈ മഹാന്റെ കൂടെയൊന്ന് കൂടണം, അവരുടെ ഇൽമ് എങ്ങനെയാണെന്നറിയണം എന്നാഗ്രഹിച്ച് ഞാൻ പിന്നാലെ കൂടി. ഇശാ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ യുദ്ധമുണ്ട്, ജീവൻ മരണത്തിൻ്റെ പോരാട്ടം നടക്കുകയാണ് പിറ്റേ ദിവസം. അതുകൊണ്ട് എല്ലാവരും വിശ്രമത്തിലാണ് സൈന്യം. ഞാനിങ്ങനെ നോക്കി, സുലത്ത് തങ്ങൾ എന്താ ചെയ്യുന്നത്, സുലത്ത് ഇബ്നു അശിയം തങ്ങൾ എന്തു ചെയ്യുന്നു നോക്കുമ്പോൾ എല്ലാവരും കിടന്നു എന്ന് കണ്ടപ്പോൾ മെല്ലെ എണീറ്റ് പോകുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാനും മെല്ലെ പോയി. എങ്ങോട്ടായി പോകുന്നത്? എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റ് പോകുമ്പോൾ പിന്നാലെ പാത്തും പതിഞ്ഞും ഞാൻ പിന്നാലെ നടന്നുപോയി. സുലത്ത് റളിയല്ലാഹു അൻഹു ഒരു പൊന്തക്കാടിൻ്റെ മറവിലേക്ക് ചെന്ന് വുളൂഇൻ്റെ വെള്ളം കയ്യിലുണ്ട്. വുളൂ എടുത്ത് മഹാൻ നിസ്കാരം തുടങ്ങി. യാ അല്ലാഹ്, തൻ്റെ കൂടെയുള്ള ആരും അറിയരുതേ എന്ന് കരുതി എല്ലാവരും ഉറങ്ങുന്നവരെ അവിടെ കിടന്നുറങ്ങുന്ന പോലെ നാട്യം കാണിച്ച് മഹാനവറുകൾ എഴുന്നേറ്റ് വന്ന് നിസ്കരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. രാത്രിയുടെ നിശബ്ദതയിൽ ഇപ്പോൾ ഈ പറമ്പത്തൊക്കെ രാത്രി ഇങ്ങനെ വന്ന് ഒരു മുസല്ല വിരിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പോവുക. ആരോടെ കാണാനൊന്നുമില്ല. നല്ല നിലാവെളിച്ചം, മനോഹരമായ ആകാശം, അള്ളാഹുവിൻ്റെ സൃഷ്ടിലോകങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ഉണർന്നിരുന്ന് നിസ്കരിക്കുക ഭയങ്കര ആനന്ദമുള്ളൊരു സംഗതിയായിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ പാതിരാക്ക് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് വയറ് നിറച്ച് പോന്നാൽ കിട്ടുന്ന സന്തോഷം ഇതിലും വലുതല്ലേ? അല്ല, അതിലും വലുതായിരിക്കും ആത്മാവിന് കിട്ടുന്ന ഈ സന്തോഷം. നമ്മൾ ഭക്ഷണം വേണ്ടി ഉണ്ടായി കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവിടെ ഒരു ഇബാദത്ത് നടക്കട്ടെ, ഭയങ്കര രസമായിരിക്കും. ക്യാമ്പിന് പോകുന്നൊക്കെ പറഞ്ഞാൽ കള്ളും കുപ്പി പൊട്ടിച്ചിട്ടല്ലേ അധികം പോരാറുള്ളത്. പല ക്യാമ്പുകളും അങ്ങനെ കാണാറുള്ളത്. അങ്ങനെയല്ല, ഒരു ഇബാദത്തിൻ്റെ ക്യാമ്പിങ്ങും ചെയ്യാം. അങ്ങനെ നടക്കട്ടെ, ഒരു ഓൾട്ടർനേറ്റീവ് കിടക്കട്ടെ. മറ്റേത് കുറേ കാലമല്ലേ നടക്കുന്നത്. നമ്മളിങ്ങനെ ആവട്ടെ, നല്ലൊരു സംഘം എവിടെയെങ്കിലും പോയിട്ട് ക്യാമ്പ് ചെയ്ത് നിങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് വർത്തമാനം പറഞ്ഞ് ഇതാ കുറച്ച് സുന്നത്തൊക്കെ നിസ്കരിച്ച് ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് ഇവിടെ നിന്ന് പോരുന്നു. നല്ലൊരു ഔട്ടിങ് നടന്നോട്ടെ, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അല്ലാഹ് ഹലാലാക്കിയതാണ്. പാതിരാത്രിയിൽ സുലത്ത് ഇബ്നു അശിയം എന്നവർ ആകാശത്തേക്ക്, നിശബ്ദമായി നിൽക്കുന്ന ആകാശലോകങ്ങളിലേക്ക് കൽബ് കൊടുത്ത് മഹാനവറുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സിംഹം കടന്നു വന്നു. ജഅഫർ ഇബ്നു സയ്ദ് എന്നവർ പറയുന്നു, ഞാൻ അതിൻ്റെ വരവ് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്, പക്ഷേ ഉറപ്പായില്ല സിംഹമാണോ എന്ന് എനിക്കറിഞ്ഞില്ല. അതിൻ്റെ ശബ്ദം ഇങ്ങനെ അടുത്തേക്ക്, അതിൻ്റെ ശ്വാസം വിടുന്നതിൻ്റെ റോറിങ് ശബ്ദം കേൾക്കുമ്പോഴേ ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറി. ആ സിംഹം സുലത്ത് ഇബ്നു അശിയം എന്നവരുടെ മുമ്പിൽ വന്ന് നിന്നു. ഞാൻ കണ്ടു, എൻ്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. ഞാൻ പേടിച്ചുപോയി. സുജൂദിൽ കിടക്കുമ്പോഴാണ് സിംഹം വന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, റബ്ബേ, ഈ മനുഷ്യനെ ഈ നേരം ആ സിംഹം കടിച്ച് പറിച്ച് തിന്നുമല്ലോ. പേടിച്ചിരുന്നു. ആ സിംഹം ഒന്നും ചെയ്തില്ല. മഹാനവറുകൾ സലാം വീട്ടിയപ്പോ
സുലൈത്ത് ഇബ്നു അശീം എന്നവരെ സിംഹത്തോട് നോക്കി പറയുന്നത് ഞാൻ കേട്ടു. എന്നെ കണ്ടിട്ടില്ല. സുലൈത്ത് ഇബ്നു അശീം എന്നവരെ സിംഹത്തോട് പറയുകയാണ്, അയ്യുഹസ്സബ്, അല്ലയോ ഹിംസ്രജന്തുവേ, നിന്റെ ഭക്ഷണം ഇവിടെയല്ല, വേറെ എവിടെങ്കിലും പോയിക്കോ, നിന്റെ റിസ്ക് ഇവിടെയില്ല എന്ന് ആ ജന്തുവിനോട്, ജീവിയോട് മഹാനായ സുലത്ത് എന്നവർ പറയുമ്പോൾ പോലും എനിക്കറിഞ്ഞില്ല ഒരു ജീവിയോട് ഇത് പറഞ്ഞാൽ അതിന് മനസ്സിലാകുമോ. പക്ഷേ എല്ലാറ്റിൻ്റെയും ഖജനാവ്, എല്ലാറ്റിൻ്റെയും റിഖാബ്, എല്ലാറ്റിൻ്റെയും പെരടി അള്ളാഹുവിൻ്റെ കയ്യിലാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട നേരമായിരുന്നു അത്. സലാം വീട്ടിയിട്ട്, സിംഹമേ നിന്റെ ഭക്ഷണം വേറെ എവിടെയെങ്കിലും കിട്ടും, ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നതിനോട് പറഞ്ഞു. നായകളോട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സായിപ്പുമാർ അല്ലേ, മലയാളം പറയും നായ വളർത്തുന്ന ആൾക്കാർ. ജീവികളോട് പെറ്റ്സിനോട് അവനവൻ്റെ ഭാഷയിൽ സംസാരിക്കും. ആ ജീവികൾ എങ്ങനെ ഇതൊക്കെ ഡോൾഫിൻസിൻ്റെ കളി കണ്ടിട്ടില്ലേ? പിന്നെ ഡോൾഫിനേറിയത്തിലൊക്കെ ഒരുപാട് പല രാജ്യങ്ങളിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല. ഡോൾഫിന് എങ്ങനെയാണ് ഇതിന് മനസ്സിലാവുന്നത് പടച്ചോനെ? അതിനോട് ബോൾ എടുക്കാൻ വേണ്ടി പറയും, വാല് കൊണ്ട് ആട്ടാൻ വേണ്ടി പറയും, കാണികൾക്ക് ഗുഡ് ബൈ പറയാൻ വേണ്ടി പറയും, എല്ലാവർക്കും സ്വാഗതം പറയാൻ വേണ്ടി. ഇതൊക്കെ ഈ ജന്തു ചെയ്യുന്നില്ലേ? 2, 3, 4 എണ്ണം ഒരുമിച്ച് ചെയ്യും. അത്ഭുതമാണ്. ഡോൾഫിനേറിയൊക്കെ ഡോൾഫിനേറിയ ദുബൈയിലൊന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ വരികയാണെങ്കിലോ പോകാൻ. സിംഗപ്പൂരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്, സന്തോഷ. ഇപ്പോൾ ഇതൊക്കെ വലിയ പല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയി. എങ്ങനെയാണ് ഈ ജീവി, അതുപോലെ തന്നെ കടലിൽ ജീവിക്കുന്ന മറ്റു പല ജീവികൾ, മനുഷ്യൻ പറയുന്നത് അറബിയിലും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ ആ ജന്തുവിന് മനസ്സിലാവുന്നുണ്ടെന്നതിൻ്റെ എൻ്റെ അർത്ഥം. ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ വിചാരിക്കും, റബ്ബേ, നമ്മളെ മുമ്പിലുള്ള മദ്രസ കുടിക്കുന്ന സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞിട്ട് തിരിയണില്ല, നമ്മളെ മുണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ ചാടിക്കളിക്കാൻ. ഈ ജന്തുക്കൾ ഇതൊക്കെ ചെയ്യുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, എന്ത് തർബിയത്താണ് കൊടുക്കുന്നത്? യാ അല്ലാഹ്. അവർക്ക് ഭാഷയുണ്ട്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവുന്നുണ്ട്. വലിയൊരു അത്ഭുതമല്ലേ? സിംഹം അവിടെ നിന്ന് ഗർജിച്ചു കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴേക്കും സുബഹി ആവാറായിട്ടുണ്ട്. സുലത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സൈന്യത്തിൻ്റെ ക്യാമ്പിലേക്ക് വന്ന് മെല്ലെ എല്ലാവരും കിടക്കുന്ന പോലെ കിടന്നു. ഞാനും മൂപ്പരറിയാതെ മെല്ലെ വന്ന് ഞാനും കിടന്നു. എൻ്റെ ഖൽബ് പിടക്കുകയാണ്. ജഅഫർ ഇബ്നു സൈദ് എന്നവർ പറയുന്നു, മഹാനായ സുലൈത്ത് ഇബ്നു അശീം എന്നവർ ഉറങ്ങിയ പോലെ കിടന്നു. സുബഹി നേരമായി എല്ലാവരും ഉറക്കത്തിന് എഴുന്നേറ്റപ്പോൾ കണ്ണ് തിരുമ്മി എഴുന്നേറ്റിരിക്കുന്നതും ഞാൻ കണ്ടു. തൻ്റെ കൂടെയുള്ള ആളുകൾ ധരിച്ചേക്കണ്ട ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന്. നോക്കണം, അവിടെ ഉറങ്ങിയെന്ന് കാണിക്കുകയാണ്. ഇതാണ് ഇബാദത്ത്. യാ അല്ലാഹ്, ഇങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ഇതാണ് ഇബാദത്ത്. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ തഹജ്ജുദിന് എഴുന്നേറ്റാൽ പിന്നെ ക്ലോക്ക് അടക്കം സെൽഫി എടുത്തിട്ട് വിടുക. ഞാൻ ഇപ്പോൾ മുസല്ലി വിരിച്ചിരിക്കാടോ എന്താ വിചാരിച്ചത്? ഇവൻ ചിലപ്പോൾ നാളെ ഉച്ചക്കാരൻ നോക്കുന്നുണ്ടാവുക. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ വിട്ടതാണ്. അതൊന്നും ചെയ്യണ്ട. അവനാൻ ചെയ്യേണ്ടത് പഠിച്ചൊന്നിനെ അറിഞ്ഞാൽ മതി. ഉക്തുബൂ ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മകളും കുറച്ച് മറച്ചു വെച്ചേക്കിൻ. റാബിഅ ബീവി പറയുമായിരുന്നു, റാബിഅത്തുൽ അദവിയ്യ ബീവി, നിങ്ങൾ ചെയ്യുന്ന തെറ്റാർക്കും കാണിച്ചു കൊടുക്കണില്ലല്ലോ, എന്നാൽ പിന്നെ ചെയ്യുന്ന നന്മകളും മറച്ചു വെച്ചേക്കിൻ. നാളെ അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അമലു സിറിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം വലുതാണ്. അതിൽ ഇഖ്ലാസ് കൂടുതലുണ്ടാകും. ആരും അറിയണ്ട, ഒറ്റയ്ക്ക് ചെയ്താൽ മതി, ആരും അറിയണ്ട. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുജീറനി മിനന്നാർ. സുലൈത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ആ സിംഹം അവിടെ നിന്ന് ഗർജിച്ച് തിരിച്ചു പോകുമ്പോൾ ആ ഇരുന്ന മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുജീറനി മിനന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് മഹാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഒരു രഹസ്യമായി ചെയ്ത അമല് ആ മഹാനുഭാവന്റെ കാലശേഷമാണ് ലോകമറിയുന്നത്. അങ്ങനെയാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി തആല അലൈഹി അങ്ങനെയായിരുന്നു.